പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, വൈക്കത്തെ പ്രബുദ്ധരായ ബഹുജനങ്ങളെ, ശ്രീ ഉദയപ്പൻ അടക്കമുള്ള സഖാവ് ഉദയപ്പൻ അടക്കമുള്ള പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരെ, നേതാക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ വന്ദനം. വൈക്കം പോരാട്ടം അവസാനിക്കാത്ത പോരാട്ടമാണ് എന്നാണ് നാം പറയുന്നത്. ശ്രീ ഉദയപ്പൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത് അതിൻ്റെ മൂന്നാമത്തെയോ നാലാമത്തെയോ അധ്യായം മാത്രമേ ആയിട്ടുള്ളൂ. ഇനിയും ഏറെ പോരാട്ടങ്ങൾ തുടർന്ന് വരുവാനുണ്ട്. ജനായത്ത പോരാട്ടങ്ങൾ അവസാനിക്കുന്നേയില്ല എന്ന് സാധാരണ പറയാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ ജനായത്തവൽക്കരണത്തെ സംബന്ധിച്ച്, കേരളത്തിലെ മൂകരാക്കപ്പെട്ട അടിസ്ഥാന ബഹുജനങ്ങളെ സംബന്ധിച്ച് അവസാനിക്കാത്ത ഒരു പോരാട്ടം തന്നെയാണ് വൈക്കം പോരാട്ടം എന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനം തന്നെയുണ്ട്. പ്രത്യേകിച്ചും പോരാടി മരിച്ച നമ്മുടെ പിതൃക്കൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിനും മനുഷ്യാവകാശങ്ങൾക്കും സാംസ്കാരികവും ആരാധനാപരവുമായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾക്കുമൊക്കെ വേണ്ടി പൊതുവിടമായിരുന്ന ആരാധനാ സ്ഥലത്തു നിന്ന് തങ്ങളെ പുറന്തള്ളിയ സവർണ ജാതി ഹിന്ദുത്വത്തിനെതിരെ, ജാതി ഹിന്ദുത്വത്തിൻ്റെ അധീശ വർണ്ണ ജാതി വ്യവസ്ഥയ്ക്കെതിരെ, തൊട്ടുകൂടായ്മയ്ക്കും തീണ്ടലിനുമെതിരെ പോരാടിക്കൊണ്ട് നിർഭയരും നിരായുധരുമായി മുൻകൂട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് രാജഭരണകാലത്താണെങ്കിൽ പോലും വളരെ നിർണായകമായ ജനായത്ത അവബോധം, ജനായത്ത സംസ്കാരം, ജനായത്ത സഭ്യത പുലർത്തിക്കൊണ്ട് മുൻകൂട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് നിരായുധരും നിർഭയരുമായി ആരാധന ഇടത്തേക്ക് പനച്ചിക്കൽ കാവാണ് ഈ വൈക്കത്തമ്പലത്തിനുള്ളിൽ നിൽക്കുന്നത്. അമ്പലത്തിനുള്ളിൽ എങ്ങനെയാണ് ഈ കാവ് നിൽക്കുന്നത്? അല്ലെങ്കിൽ തൊട്ട് വടക്ക് എങ്ങനെയാണ് കാലായിക്കൽ കാവ് നിൽക്കുന്നത്? തൊട്ട് കിഴക്ക് വശത്ത് എങ്ങനെയാണ് വടയാറ്റിനടുത്ത് പെരുമ്പള്ളിക്കാവ് നിൽക്കുന്നത്? അല്ലെങ്കിൽ കീഴൂർ കാവ് നിൽക്കുന്നത്? അവിടെയൊക്കെ തന്നെ ഈഴവർ എന്ന് വിളിക്കപ്പെടുന്ന ഈഴത്തിൻ്റെ സ്വന്തം ജനങ്ങൾ, ഈഴം എന്ന് പറഞ്ഞാൽ പ്രാചീനമായ തമിഴ് വാക്കാണ്, നമുക്കറിയാം. ഇഴചേർന്നതാണ് ഈഴം, ഇഴയടുപ്പമുള്ളതാണ് ഈഴം, ഇഴപ്പെരുക്കമുള്ളതാണ് ഈഴം, ഇഴുകിച്ചേരുന്നതാണ് ഈഴം. പ്രകൃതിയിലെ ഇഴകളെപ്പോലെ സ്വാഭാവികമായി സംഘടിതമായിരിക്കുന്നതാണ്. സംസ്കൃതത്തിൽ പറയുമ്പോൾ ഇഴുകിച്ചേർന്നിരിക്കുന്നത്, ഇഴചേർന്നിരിക്കുന്നത്, അതിന് സംഘടിതം എന്ന് പറയാം. അപ്പം സംഘടിതമായിരിക്കുന്ന സംഘത്തെ സൂചിപ്പിക്കുന്ന, ബുദ്ധസംഘങ്ങളെ സൂചിപ്പിക്കുന്ന പ്രാചീനമായ തമിഴ് പദമാണ്, തെന്നിന്ത്യൻ പ്രാകൃത തമിഴ മൊഴിവഴക്കമാണ് ഈഴം എന്ന് പറയുന്നത്. ആ ഈഴത്തിൻ്റെ സ്വന്തം ജനങ്ങളെയാണ് ഈഴവർ എന്ന് പറഞ്ഞുകൊണ്ട്. ചേരമർ എന്ന് പറഞ്ഞാലും അത് തന്നെയാണ് അർത്ഥം. പുലയർ എന്ന് പറഞ്ഞാലും അതാണ്. ഈ ഭൂമിയുടെ, ഈ നിലത്തിൻ്റെ മണ്ണ് അഥവാ സ്വർണം വിളയുന്ന, അന്നം വിളയുന്ന ഈ മണ്ണിൻ്റെ ഉടയോർ എന്ന രീതിയിൽ നിന്നാണ്. മണ്ണിൽ നിന്ന് ഭക്ഷണവും പൊന്നും വിളയിക്കുന്നവർ എന്ന അർത്ഥത്തിലാണ് പുലയർ എന്ന സമുദായ നാമം പ്രാചീന സംഘകാലത്ത് തെന്നിന്ത്യയുടെ 2500ഓളം ബുദ്ധനോളം പഴക്കമുള്ള, ബുദ്ധൻ്റെ ത്രിരത്നങ്ങളിലും ത്രിശരണങ്ങളിലും നിന്നെടുത്തിട്ടുള്ള ബുദ്ധം, ധമ്മം, സംഘം എന്നീ ആശയങ്ങളെയാണ്, മൂല്യങ്ങളെയാണ്, സങ്കല്പങ്ങളെയാണ് ത്രിശരണം നാം ശരണം വിളിക്കുന്നു. ബുദ്ധം ശരണം ഗച്ഛാമി, ധമ്മം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി എന്ന് ശരണം വിളിച്ചുകൊണ്ട് പള്ളിക്കെട്ടുമായി പള്ളിമാമലയിലേക്ക് പോകുന്നവർ, അല്ലെങ്കിൽ പളനിയിലേക്ക് പോകുന്നവർ, തിരുപ്പതിയിലേക്ക് പോകുന്നവർ, ഇവിടെ സൗത്ത് ഇന്ത്യയിലെ ജനങ്ങളെല്ലാം ഈ ശരണം വിളിച്ചിരുന്നു. ആ ശരണമന്ത്രങ്ങളിൽ നിന്നാണ് അംബേദ്കറെ കുറിച്ച് പോലും ആദ്യമായിട്ട് ഇന്ത്യൻ സാഹിത്യത്തിലും കേരളത്തിൻ്റെ സാഹിത്യത്തിലും ഒക്കെ ഒരു കവിത ജാതിഭാരതം എന്ന പേരിൽ 1946-47 കാലത്ത് സഹോദരൻ അയ്യപ്പൻ എഴുതിയപ്പോൾ അതിൽ അംബേദ്കറെ തന്നെ വാഴ്ത്തുന്നത് ഭാവിയുടെ ശരണമന്ത്രമായിട്ടാണ്. ഇന്ത്യ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന, ഇനി പറഞ്ഞ 4ാമത്തെ 5ാമത്തെ പോരാട്ടത്തിൻ്റെ കാലത്ത് നാം നെഞ്ചേറ്റുന്ന നമ്മുടെ സത്യനീതി പുസ്തകമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടന, ആധുനികമായ ജനായത്തപരമായ ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയ സാമൂഹ്യശാസ്ത്ര വിശാരദനും മഹാപണ്ഡിതനും ഭരണ രാഷ്ട്രീയ മീമാംസകനുമൊക്കെ ആയിട്ടുള്ള
ബാബാ സാഹേബ് അംബേദ്കറെ ആദ്യമായി ഇന്ത്യൻ സാഹിത്യത്തിൽ തന്നെ അഭിവാദ്യം ചെയ്തൊരു കവിത എഴുതി പ്രസിദ്ധീകരിച്ചത് കേരളത്തിൽ നാരായണ ഗുരുവിൻ്റെ ശിഷ്യനായ സഹോദരൻ അയ്യപ്പനാണ്. ജാതിഭാരതം എന്ന കവിതയിൽ അദ്ദേഹം ഈ ശരണം വിളിക്കുകയാണ്. അംബേദ്കർ എന്ന തനാമ ചതുരക്ഷരി മന്ത്രമായി ജപിക്കും നന്ദി തിങ്ങുന്ന ഹൃത്തഴും ഭാവി ഭാരതം എന്ന് പറഞ്ഞുകൊണ്ട് മനുവിൻ്റെ നിയമാവലി, മനുസ്മൃതിയെ ഇപ്പോൾ പാഠപുസ്തകമായി ദില്ലി സർവകലാശാലയിൽ അടക്കം കൊണ്ടുവന്ന് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. കോടതികൾ തന്നെ സ്മൃതികൾ ഉദ്ധരിക്കുകയാണ്. ഭാരതീയ ന്യായ സംഹിതയുടെ ഭീകരത നമുക്ക് വ്യക്തമാകാൻ പോകുന്നതേയുള്ളൂ. NEP-യുടെ ഭീകരത, ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറഞ്ഞ് നവഹൈന്ദവ ദേശീയവാദത്തിൻ്റെ വിദ്യാഭ്യാസ പദ്ധതി കേരളമടക്കം പലരും നടപ്പാക്കിയതിൻ്റെ ഭീകരത നാം മനസ്സിലാക്കാൻ പോകുന്നതേയുള്ളൂ. EWS-ന്റെ ഭീകരത, സവർണരുടെ അമിത പ്രാതിനിധ്യത്തിലിരിക്കുന്ന എല്ലാ മേഖലയിലും കുത്തകയാക്കി രാജഭരണകാലം മുതൽ നൂറ്റാണ്ടുകളാക്കി അമിത പ്രാതിനിധ്യത്തിലിരിക്കുന്ന നമ്മുടെ സവർണ സഹോദരങ്ങളുടെ സാമ്പത്തികമായ ദൗർബല്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അവർക്ക് വീണ്ടും അമിത പ്രാതിനിധ്യ കുത്തക ഇരട്ടിച്ചു കൊടുക്കുന്ന, പരിപൂർണമായും ദളിതരെയും പിന്നാക്ക വിഭാഗങ്ങളെയും പ്രാതിനിധ്യത്തിൽ പിന്നാക്കമായവരെയാണ് പിന്നാക്കം എന്ന് വിളിക്കുന്നത്, മറ്റൊരു രീതിയിലുമല്ല. അപ്പൊ പ്രാതിനിധ്യത്തിൽ മുന്നാക്കമായിരിക്കുന്നവർ പ്രാതിനിധ്യത്തിൽ പിന്നാക്കമായിരിക്കുന്നവരുടെ നേരിയ പങ്കും കൂടി കവർന്നെടുക്കുന്ന രീതിയിൽ പരിപൂർണമായ കേരള ദേവസ്വം ബോർഡിൽ 2018 നവംബറിൽ പാസ്സാക്കിയതുപോലെ അത് പാസ്സാക്കിയെടുത്തതിൻ്റെ ഭീകരത നാം മനസ്സിലാക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ പറയുമ്പോൾ, അല്ലെങ്കിൽ അന്നു മുതൽ പറയുന്നവരെ ഓടിക്കുന്ന പരിപാടിയായിരുന്നു ഇവിടെയൊക്കെ നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇതൊക്കെ നമുക്ക് വ്യക്തമായി വരുന്ന ഒരു സന്ദർഭം ഇപ്പോൾ സമാഗതമായിരിക്കുകയാണ്. ജനങ്ങൾ ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രതികരണങ്ങൾ താമസിയാതെ ഉണ്ടാകും എന്ന് നാം പ്രതീക്ഷിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ തന്നെ ഈ ജനായത്ത സമരങ്ങളുടെ പാരമ്പര്യം, നമ്മുടെ ജനായത്ത പോരാട്ടങ്ങളുടെ വൈക്യമടക്കമുള്ള അവസാനിക്കാത്ത ജനായത്ത പോരാട്ടങ്ങളുടെ ചരിത്രത്തെക്കുറിച്ച് നാം വീണ്ടും വീണ്ടും ആലോചിക്കുകയും ആ ചരിത്ര പുരുഷന്മാരെക്കുറിച്ച്, ആ പോരാട്ട ധീരന്മാരെ കുറിച്ചുള്ള ഓർമ്മ പുതുക്കുകയും അവർക്ക് ഈ കർക്കടക വാവിന് തന്നെ ഈ എല്ലാ പുണ്യ നാളായിട്ടുള്ള പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തുന്ന ഈ സമയത്ത് തന്നെ അവരുടെ ഓർമ്മകളെ അനുസ്മരിച്ചുകൊണ്ട് ധീരോദാത്തമായ അവരുടെ ജാതിവിരുദ്ധ മനുഷ്യാവകാശ ജനായത്ത പോരാട്ടത്തെ ഓർത്തുകൊണ്ട് അവർക്ക് ഓർമ്മദീപങ്ങൾ തെളിക്കുക എന്ന വലിയ മഹനീയമായ ചരിത്രപരമായ ഒരു കർമ്മവും ധർമ്മവും കൂടിയാണ് നാം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് സംഘടിപ്പിച്ച വൈക്കത്തെ പ്രബുദ്ധരായിട്ടുള്ള ബഹുജനങ്ങളെ, രാജേഷ്, രതീഷ്, മറ്റെല്ലാവരെയും ഇതിൽ സഹകരിച്ചിട്ടുള്ള സഖാവ് ഉദയപ്പൻ അടക്കമുള്ള, അദ്ദേഹത്തിൻ്റെ പേര് തന്നെ സൂചിപ്പിക്കുന്നത് ഉദിച്ചു വരുന്ന അപ്പൻ, അഖില ബാന്ധവൻ, സൂര്യനെയാണ് സൂചിപ്പിക്കുന്നത്. ബുദ്ധബിംബമായി ആശാനും സഹോദരനും പണ്ഡിറ്റ് കറുപ്പനും ഒക്കെ തന്നെ മൂലൂരടക്കം പ്രക്ഷേപിച്ചിട്ടുള്ള ഗുരുവിനെയും ബുദ്ധനെയും സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ആ വലിയ അനുഭവ കൃപാനിധി അഖില ബാന്ധവൻ എന്നാണ് ആശാൻ തന്നെ കരുണയിൽ പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഉദയപ്പൻ എന്ന പേര് തന്നെ യഥാർത്ഥത്തിൽ ബുദ്ധൻ്റെ പര്യായമാണ്. അപ്പം അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇത് അവസാനിക്കാത്ത ഒരു പോരാട്ടമാണ് എന്ന് ആമുഖമായി ഞാൻ പറയുകയാണ്. പിന്നീട് ഇതിൻ്റെ ചരിത്ര പരതയെ നിരാകരിച്ചുകൊണ്ട് സവർണത നിരവധി ആഖ്യാനങ്ങൾ കെട്ടിച്ചമയ്ക്കുകയുണ്ടായിട്ടുണ്ട്. അതിന് ഏറ്റവും ശക്തമായ മറുപടി ഉണ്ടായിട്ടുള്ളത് ആശാന്റെ വടയാർ പ്രസംഗത്തിൽ തന്നെയാണ്. 1923 തൻ്റെ ചരമത്തിന്, പരിനിപാതനത്തിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, 1924 ജനുവരി 15 അദ്ദേഹത്തിൻ്റെ ജീവൻ പൊലിഞ്ഞു. പലനയാറ്റിൽ റെഡീമർ ബോട്ട് ദുരന്തത്തിൽ സംഭവിച്ചുവെന്ന് നമുക്കറിയാം. അപ്പം അതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് 1923 വേനൽക്കാലം തുടങ്ങുന്ന മഞ്ഞുകാലത്തിൻ്റെ ആരംഭത്തിലാകാം അദ്ദേഹം വടയാറ്റിൽ വന്ന്, വൈക്കത്തിന് കിഴക്കുവശത്തുള്ള വടയാറ്റിൽ വന്ന് അദ്ദേഹം വലിയ ഒരു മഹാസമ്മേളനത്തെ സംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. അപ്പം അവിടെയാണ് അഡ്വക്കേറ്റ് കൃഷ്ണപിള്ള വക്കീൽ, അദ്ദേഹമായിരുന്നു അതിനെക്കുറിച്ച് വിശദീകരിച്ച്. സംഭവം 1806 അല്ലെങ്കിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ നടന്ന
ഈ ശോകപ്പട എന്നറിയപ്പെടുന്ന. അന്ന് തന്നെ കെ.ആർ. നാരായണൻ്റെ പിന്നെ ലിഖിതമനുസരിച്ച് അത് അന്തരിച്ചു പോയ തലയോലപ്പറമ്പിലെ MLC ആയിരുന്ന മഹാവാഗ്മിയും ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ വാഗ്ജ്വാലയുമായിരുന്ന ശ്രീ A.V. അശോകൻ്റെ പുസ്തകം, അദ്ദേഹത്തെക്കുറിച്ചുള്ള ജീവചരിത്ര പഠനം ഇപ്പോൾ തലയോലപ്പറമ്പ് യൂണിയൻ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് 2018. നമുക്ക് വായിക്കാം, അതിനകത്ത് അടക്കം വായിക്കാം വൈക്കത്ത് നടന്ന ജാതിവിരുദ്ധ പോരാട്ടങ്ങൾ. അതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന വേളയിൽ അദ്ദേഹം പറയുന്നു, 1924 ഞാൻ ശ്രീ T.K. മാധവൻ്റെ വൈക്കം നായകനായിരുന്ന വൈക്കം പോരാട്ടത്തിന് നയനേതൃത്വങ്ങൾ കൊടുത്തതിനെ സംഘടിപ്പിച്ച ഈ 603 605 ദിവസം നീണ്ടുനിന്ന അവസാനം ഇവിടെ ആ വേലിപ്പത്തൽ സ്വയം തല്ലിപ്പൊളിച്ച T.K. മാധവൻ 1927 അത് കഴിഞ്ഞിട്ട് കണ്ണംകുളങ്ങരയും തിരുവാർപ്പും പോയി വീണ്ടും സഞ്ചാര സ്വാതന്ത്ര്യം തുടർന്ന് അവിടെ തിരുവാർപ്പിൽ വച്ച് മൃഗീയമായ മർദ്ദനം, ജാതു മുഠാളന്മാരുടെ മൃഗീയവും കിരാതവുമായ മർദ്ദനം ഏറ്റുവാങ്ങി ഗാന്ധിഭക്തി മൂലം അദ്ദേഹം തിരിച്ച് ഒന്നും ചെയ്തില്ല, സ്വന്തം ജീവൻ രക്ഷിക്കാൻ പോലും ശ്രമിച്ചില്ല. അങ്ങനെ മൃഗീയമായ കേരളത്തിലെ ജാതി ഹിന്ദുത്വത്തിൻ്റെ കിരാതമായ ചവിട്ടും തൊഴിയും ഇടിയും കുത്തും കൊണ്ട് തൻ്റെ ക്ഷയരോഗം മൂർച്ഛിച്ച് ചോര തുപ്പിയും ചോര ഛർദ്ദിച്ചും 1927 കാലത്തോടുകൂടി 27 ആ മർദ്ദനം കിട്ടി. പിന്നീട് ജീവച്ഛവമായി മാറി ചോര തുപ്പിക്കൊണ്ട് കിടക്കുകയായിരുന്നു. 3 വർഷത്തോളം ചികിത്സയിൽ പോയെങ്കിലും അദ്ദേഹം 30 ചരമം പ്രാപിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിനെ തുടർന്ന് ദേശാഭിമാനി എന്ന അദ്ദേഹത്തിൻ്റെ ആ പത്രവും നിന്നുപോയി. 15 വർഷക്കാലം മാത്രമായിരുന്നു T.K. മാധവൻ്റെ ദേശാഭിമാനി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രചരിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം SNDP യോഗം വളർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഓർഗനൈസിംഗ് സെക്രട്ടറി എന്ന നിലയിലും ഈ ദേശാഭിമാനിയുടെ പ്രചാരകൻ, മുഖ്യ എഡിറ്റർ, അതിൻ്റെ എല്ലാം എന്ന നിലയിലും അദ്ദേഹം തിരുവിതാംകൂറിലുടനീളം സഞ്ചരിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇവിടെ വന്നപ്പോഴാണ് കെ.ആർ. നാരായണനെ പരിചയപ്പെടുന്നത്. കെ.ആർ. നാരായണൻ T.K.യുടെ ഒരു മുഖ്യ ശിഷ്യനായി തന്നെ മാറുകയുണ്ടായി. അങ്ങനെയാണ് താൻ T.K.യുടെ ദേശാഭിമാനിയിൽ വൈക്കത്തെ ജാതിവിരുദ്ധ പോരാട്ടമായിട്ടുള്ള ആദ്യത്തെ ആധുനിക കാലത്തെ ഏറ്റവും പ്രഭാതമായ ദളവാക്കുളം പോരാട്ടത്തെക്കുറിച്ച് എഴുതുന്നത് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഗവേഷണം ചെയ്ത് പരിശോധിച്ചപ്പോൾ 1923 തന്നെയാണ് അത് കൃത്യമായി എഴുതിയിട്ടുള്ളത്. 1923 ദേശാഭിമാനി ചിങ്ങം, കന്നി, ജൂലൈ മാസവും ഓഗസ്റ്റ് മാസവും വന്ന 2 ലക്കങ്ങളായിട്ടാണ് അത് പുറത്തേക്ക് വന്നത്. അതിൻ്റെ ഒറിജിനൽ രേഖകൾ തന്നെ നമുക്ക് ഇന്ന് ലഭ്യമാണ്. അപ്പോൾ ഇതാരെങ്കിലും വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതല്ല. T.K. മാധവൻ്റെ ദേശാഭിമാനിയിൽ 1923 ജൂലൈ മാസത്തിലും ഓഗസ്റ്റ് മാസത്തിലും 2 ലക്കങ്ങളായിട്ടാണ്, അന്ന് ശനിയാഴ്ച തോറുമാണ് അത് പ്രസിദ്ധീകരിച്ചത് എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പം അതിലാണ് ശ്രീ കെ.ആർ. നാരായണൻ ദളവാക്കുളം എന്ന ടൈറ്റിലിൽ തന്നെ ഇതിനെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുകയാണ്. അപ്പം അന്ന് പോലും ഈ കുളം ദളവ വേലുത്തമ്പിയുടെ പേരിലാണ് അറിയപ്പെട്ടിരുന്നതെന്നും അതിനൊരു തുടർച്ചയുണ്ടെന്നും 1806 മുതൽ 1923 ഇപ്പോഴും 2024 ഇത് ദളവാക്കുളം എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. ഈ ബസ് സ്റ്റാൻഡ് ഇതിൻ്റെ മുകളിൽ ചരിത്രബോധമില്ലാതെ കെട്ടിപ്പടുത്തുവെങ്കിൽ പോലും ഇതിനടിയിൽ ഉറങ്ങുന്നത് ഈ 200 ധീര ദേശാഭിമാനികളാണ്, രക്തസാക്ഷികളാണ്, മനുഷ്യാവകാശ പോരാളികളാണ് എന്ന വസ്തുത, ജനായത്ത പോരാട്ടത്തിന് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച രക്തസാക്ഷികളാണ്. അവർക്ക് ഉചിതമായ സ്മാരകം ഇവിടെ തന്നെ ഇതിനു സമീപം തന്നെ പണിയേണ്ടതുണ്ട്. സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ആ വൈക്കം പോരാട്ട സ്മാരകം യഥാർത്ഥത്തിൽ ഇവിടെയാണ് ദളവാക്കുളം രക്തസാക്ഷികൾക്കുള്ള സ്മാരകമായി തന്നെ പണിയേണ്ടതുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. ഞാൻ ഈ കെ.ആർ. നാരായണൻ്റെ 1923 ജൂലൈ മാസത്തിൽ ദേശാഭിമാനിയിൽ വന്ന ഈ ലേഖനം, ചരിത്രലേഖനം ദളവാക്കുളത്തെക്കുറിച്ചുള്ളത്, ദളവാക്കുളം എന്ന ടൈറ്റിൽ, ഇതിൽ നിന്ന് ഞാൻ ഏതാനും ഭാഗങ്ങൾ ഞാനിവിടെ വായിക്കുകയാണ്. കൃത്യമായ ചരിത്ര രേഖകളുടെ പിൻബലത്തോടു കൂടിയാണ്. അദ്ദേഹം വൈക്കത്തെ ഈഴവരുടെ സംഘക്കാരുടെ പ്രബുദ്ധതയെക്കുറിച്ച് പറയുന്നു. നിരവധി കാവുകൾ അപ്പോഴും അദ്ദേഹത്തിൻ്റെ കാലത്ത് ഇതെഴുതുന്ന 1923 പോലും പെരുമ്പള്ളിക്കാവാകട്ടെ, കീഴൂർക്കാവാകട്ടെ, അതുപോലെ
തളിയമ്പുറം എന്ന് പറയുന്ന ഈഴവരുടെ തന്നെ അമ്പലമാകട്ടെ, ഇങ്ങനെ നിരവധി അമ്പലങ്ങളും കാവുകളും ഈഴവരുടെ, അതായത് പ്രാചീന സംഘക്കാരുടെ തന്നെ നേതൃത്വത്തിലാണ് ഇപ്പോഴും നടക്കുന്നത്. അപ്പോൾ ഈ പനച്ചിക്കൽ കാവ് എന്ന് പറയുന്നതിൻ്റെ പരമ്പരാഗത അവകാശവും തങ്ങൾ കാണുന്നു. കാരണം തൊട്ടടുത്ത് തന്നെയാണ് കാലായിക്കൽ കാവ്. ഒരേ കാവാണ്. ഒരു ക്ഷേത്ര മതിലോടുകൂടി ഈ പറഞ്ഞ 16-ാം നൂറ്റാണ്ടിൽ സ്റ്റെലാ ക്രാംറിച്ചൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ പാശ്ചാത്യ വാസ്തുശില്പ ഗവേഷകയും കലാഗവേഷകയും കലാചരിത്രകാരിയുമായിട്ടുള്ള സ്റ്റെലാ ക്രാംറിച്ച് അടക്കം രേഖപ്പെടുത്തിയിട്ടുള്ളതുപോലെ 16-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ 1539 നടന്ന ഒരു അതിന് തൊട്ട് മുമ്പ് നടന്ന ഒരു വലിയ തീവെട്ടിക്കൊള്ള അല്ലെങ്കിൽ തീപിടുത്തത്തിലൂടെയാണ് വൈക്കം വിഹാരം എന്ന് പറയുന്ന വൈക്കത്തെ മഹായാന പെരുമ്പള്ളി അത് കത്തിയമരുകയും അതിനെ തുടർന്ന് ഏതാണ്ട് 5-8 വർഷങ്ങളോളം നീണ്ട പുനഃപ്രതിഷ്ഠയിലൂടെ ബ്രാഹ്മണികമായ ശൈവമായ ഒരു പുനഃപ്രതിഷ്ഠ 1539 നടപ്പാക്കപ്പെടുകയും അങ്ങനെയാണ് ഇതൊരു ശൈവാലയമായി മാറുന്നത് എന്ന വ്യക്തമായ ക്ഷേത്ര വാസ്തുശില്പ ചരിത്ര വിശകലനം നമുക്ക് സ്റ്റെല്ല ക്രാംറിച്ചിൻ്റെ പുസ്തകങ്ങളിൽ ദ്രാവിഡ ആൻഡ് കേരള ഇൻ ദി ആർക്കിടെക്ചർ ഓഫ് കേരള സൗത്ത് ഇന്ത്യ, അതുപോലെ ദ ഹിന്ദു ടെമ്പിൾ എന്നിങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിച്ചാൽ നമുക്കത് മനസ്സിലാകും. ഇതിനെ കുറച്ചുകൂടി വിശദീകരിച്ചുകൊണ്ട് അന്തരിച്ചു പോയ പ്രാദേശിക ചരിത്രകാരനായിട്ടുള്ള ശ്രീ എൻ കെ ജോസ്, ദലിത് ബന്ധു എൻ കെ ജോസ് കൂടുതൽ വിശദീകരിച്ചിട്ടുണ്ട്. തലവാക്കുളത്തെക്കുറിച്ച് തന്നെയുള്ള വൈക്കത്തെക്കുറിച്ചും വൈക്കത്തെ ക്രൈസ്തവരെക്കുറിച്ചും ഇവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവ പള്ളിയെക്കുറിച്ചും അതിനെ ദളവ സ്ഥാനം മാറ്റുന്നതിനെക്കുറിച്ചും ഒക്കെ വിശദീകരിച്ചുകൊണ്ട് പിന്നീട് മൺറോയുടെ കാലത്തൊക്കെ ഇവിടെ പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് അടക്കമുള്ള 1810കളുടെ മധ്യത്തിൽ പോലീസ് സ്റ്റേഷൻ ഇവിടെ വൈക്കത്ത് കൊണ്ടുവരുന്ന ക്രമസമാധാന പ്രശ്നം, ഈ പോരാട്ടത്തിൻ്റെ പരമ്പര ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ തുടർ ചലനങ്ങൾ വൈക്കത്തെ പിടിച്ചു കുലുക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ബ്രിട്ടീഷ് പോലീസ് സ്റ്റേഷൻ തന്നെ ഇവിടെ സ്ഥാപിക്കാനുള്ള കാരണം. കോട്ടയത്ത് പോലും അന്ന് സ്റ്റേഷനില്ലാത്ത കാര്യം. അപ്പം ഇതിനെക്കുറിച്ച് കാലായിക്കൽ കാവിനെക്കുറിച്ചും അതുപോലെ തന്നെ പനച്ചിക്കൽ കാവിനെക്കുറിച്ചും പെരുമ്പള്ളി കാവിനെക്കുറിച്ചും കീഴൂർ കാവിനെക്കുറിച്ചും ഈ തളിയമ്പുറത്ത് എന്ന് പറയുന്ന കാവിനെ അമ്പലത്തെക്കുറിച്ചും, കാരണം കരിപ്പണിക്കർ തന്നെ ചെട്ടുതറ പണിക്കരായിരുന്ന കരിപ്പണിക്കർ തന്നെ സ്വന്തം ജീവൻ രക്ഷിച്ചത് അങ്ങോട്ട് വടക്ക് വശത്തേക്ക് ഓടിപ്പോയി ഈ തളിയമ്പുറത്ത് ഈ അമ്പലത്തിനുള്ളിലേക്ക് കയറി ഒളിച്ചിരുന്നത് കാവിനുള്ളിൽ അഭയം തേടിക്കൊണ്ടാണ്. അവിടെ നിന്നാണ് അദ്ദേഹം വീണ്ടും വടക്കോട്ട് സഞ്ചരിച്ച് അഴുവാഞ്ചേരിയെ നേരിട്ട് പോയി കണ്ട് അഭ്യർത്ഥിച്ചു, കാര്യങ്ങൾ ബോധിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും ഞാൻ സൂചിപ്പിച്ചത് ഇതിനെക്കുറിച്ചൊക്കെ KR നാരായണൻ, പ്രത്യേകിച്ചും അടിയത്തു നിന്നുള്ള ആളാണ്. അടിയം ലഹള വൈക്കം പോരാട്ടത്തിലെ മറ്റൊരു അധ്യായമാണ്. 1914 മുതൽ 18 വരെ നീണ്ട മഹാത്മാ അയ്യങ്കാളിയുടെ ധീരമായ പള്ളിക്കൂടം പോരാട്ടവും വില്ലുവണ്ടി സമരവും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. വില്ലുവണ്ടി സമരം മാത്രമല്ല, കല്ലുമാല സമരം, പള്ളിക്കൂടം പോരാട്ടം, വില്ലുവണ്ടി സമരം, സഞ്ചാര സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾ നടക്കുകയാണ്. വൈക്കം തലയോലപ്പറമ്പിൽ അടക്കം അദ്ദേഹം വില്ലുവണ്ടിയിൽ, അല്ലെങ്കിൽ പല വില്ലുവണ്ടികൾ ഉണ്ടായിരുന്നു. പ്രാദേശികമായി തന്നെ പല വില്ലുവണ്ടികൾ ആ സമയത്ത് പോരാളികൾ ഇറക്കുകയുണ്ടായി. അപ്പം അദ്ദേഹം വില്ലുവണ്ടിയിൽ തന്നെ വന്ന് കല്ലറ, നീണ്ടൂർ, തലയോലപ്പറമ്പിൽ നടന്ന നായർ പുലേലഹളയെ അതിൻ്റെ സന്ദർഭത്തിൽ പോലും അവിടെ വന്ന് അനുയായികൾക്ക് കരുത്തു പകരുന്ന പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ളതായിട്ട് പിന്നെ KK കൊച്ചു തന്നെ തലയോലപ്പറമ്പ്, കല്ലറ, നീണ്ടൂർ ഭാഗത്ത് ജനിച്ച് വളർന്ന KK കൊച്ച് എന്ന ദളിത് ചരിത്രകാരൻ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് അതിനെ തുടർന്ന് തന്നെ നടന്ന 1922 അടിയം ലഹള. 1918-19 കാലത്ത് തന്നെ താന്നിശ്ശേരി, കൊച്ചി സീമയിൽ, ഇന്നത്തെ തൃശ്ശൂർ ജില്ലയിൽ പടിഞ്ഞാറ് വശത്ത് താന്നിശ്ശേരി, ചേലൂർ, ഇങ്ങനെ നിരവധി കലാപങ്ങൾ അവിടെ നടക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമാണ് ആശാൻ സിംഹനാഥം എഴുതുന്നത്. സഹോദരനും ബോധാനന്ദരും കൂടി ധമ്മപട സംഘം നേരിട്ട് പോയി അദ്ദേഹത്തെ കൊണ്ട് എഴുതിച്ചതാണ്, ഇങ്ങനെ വല്ല നാടുമുണ്ടോ, നരൻ അശുദ്ധ വസ്തു പോലും, ധരയിൽ നടപ്പത് ദോഷമാണ് പോലും, നരകം ഇവിടമാണ് കഷ്ടം എന്ന് ആശാൻ സിംഹനാഥത്തിൽ എഴുതുന്നു. അപ്പം അതിനെ തുടർന്നാണ് 22 ഈ അമ്പലത്തിലെ ആറാട്ട് പോയ സമയത്ത് ഈഴവരടക്കമുള്ള അവർണരെ വഴിമാറാൻ പറഞ്ഞ് അടിക്കുകയും അപമാനിക്കുകയും ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ആറാട്ട് കുളിച്ച് തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ തന്നെ ആറാട്ടിനെ തടയുകയും
എംബ്രാൻ തന്നെ ബിംബത്തോടുകൂടി ആനപ്പുറത്തു നിന്ന് താഴെ പോവുകയും ഒക്കെ ഉണ്ടായിട്ടുള്ള വലിയ ചരിത്ര സംഭവം. അതാണ് അടിയം ലഹള എന്നറിയപ്പെട്ടിരുന്ന അടിയം ജാതി വിരുദ്ധ കലാപം, പോരാട്ടം എന്ന് പറയും. അപ്പൊ 1922 വടയാർ അടിയം ഭാഗത്തായിരുന്നു കെ.ആർ. നാരായണന്റെ സ്ഥലം. ഇപ്പോഴും അവിടെ ഉണ്ട്. ശ്രീനാരായണ വിലാസം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പഴയ പുരയുടെ മുൻഭാഗം ഇപ്പോഴും അവിടെ അവശേഷിക്കുന്നു. അപ്പൊ അടിയത്തായിരുന്ന അദ്ദേഹം കണ്ടു ചെട്ടുതറ പണിക്കന്മാരുടെ കളരിയും. കളരി എന്നാൽ ഒരു പള്ളിക്കൂടം തന്നെയാണ്. പള്ളിയും പള്ളിക്കൂടവും തന്നെയാണ് ബൗദ്ധ പാരമ്പര്യത്തിലുള്ളതാണ് എന്ന് അദ്ദേഹത്തിൽ വിശദീകരിക്കുന്നു. കാവുകൾ എങ്ങനെ ഈഴവർക്ക് കാവുകൾ സ്വന്തമായി പ്രതിഷ്ഠിക്കാൻ, കീഴൂർ കാവ് തന്നെ ചെട്ടുതറ പണിക്കന്മാർ കിഴക്കോട്ട് വേട്ടയ്ക്ക് പോയ സന്ദർഭങ്ങളിൽ അവർ തന്നെ പ്രതിഷ്ഠിച്ചതാണ് എന്നാണ് അവിടുത്തെ രേഖ. അതിനെക്കുറിച്ച് കരിപ്പണിക്കർ തന്നെ ഒരു ഗ്രന്ഥം എഴുതിയതായിട്ടാണ് കെ.ആർ. ഇതിനകത്ത് പറയുന്നത്. അപ്പൊ ഇങ്ങനെ കുടുംബ പുരാണങ്ങളും ചരിത്രങ്ങളും അടക്കം 19-ാം നൂറ്റാണ്ടിൽ തന്നെ എഴുതി രേഖപ്പെടുത്തുന്ന ബൗദ്ധമായ എഴുത്തിൻ്റെയും വായനയുടെയും ഒരു പാരമ്പര്യവും കൂടി പ്രബുദ്ധരായിട്ടുള്ള ബഹുജനങ്ങൾക്കുണ്ടായിരുന്നു എന്നാണ് ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹം സൂചിപ്പിക്കുന്ന അടിയത്തായിരുന്നു ചെട്ടുതറ പണിക്കന്മാരുടെ കാവും കളരിയും കുളങ്ങളും അതുപോലെ തന്നെ നാഗക്കാവുകളും അവിടെ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം ഇതിൽ എഴുതിയിരിക്കുന്നത്. 1923 എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇതിപ്പോൾ ലഭ്യമായിരിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് 1923 പിന്നെ ഈ രേഖ. അപ്പോൾ കാലായിക്കൽ കുടുംബക്കാർക്ക് അമ്പലത്തിൽ ചില അധികാരങ്ങളെല്ലാം ഉണ്ടായിരുന്നതും ആ ക്ഷേത്രത്തിലെ ഒരു പ്രധാന പ്രതിഷ്ഠ ഇന്നും അവരുടെ വീട്ടിലിരിക്കുന്നതും കൂടി ആലോചിക്കുമ്പോൾ അവരുടെയും അവരുടെ സമുദായത്തിൻ്റെയും അക്കാലത്തെ അവസ്ഥ ഏതാണ്ടെല്ലാം അനുമാനിക്കാവുന്നതാണല്ലോ. അന്ന് നമ്മുടെ സമുദായത്തിന് ക്ഷേത്രപ്രവേശനം ആദിയായ സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടായിരുന്നതായും അവരെ ക്രമേണ അതിൽ നിന്ന് അകറ്റിയതായും ഊഹിക്കുന്നതിന് ഇവിടെ നല്ല ഉദാഹരണങ്ങളുമുണ്ട്. ഈ മാതിരിയുള്ള ഉദാഹരണങ്ങൾ തിരുവിതാംകൂർ ചരിത്രത്തിൻ്റെ രഹസ്യ കടലാസുകളിൽ സത്യമൂർത്തി പരസ്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവയിൽ അധികവും അവകാശ സ്ഥാപനത്തിന് വിഖ്യാത വിപ്ലവങ്ങളായിരുന്നു. നമ്മുടെ പൂർവികന്മാരായിരുന്ന സിംഹന്മാരുടെ അവകാശബോധം, ധീരത, ഐക്യമത്യം ആദിയായ സൽഗുണങ്ങളെ ഈ ചരിത്ര ലക്ഷ്യങ്ങളിൽ നിന്നും അഭിമാനപൂർവ്വം അക്ഷരം പ്രതി ആരാഞ്ഞറിഞ്ഞ് നമ്മുടെ അവകാശ സ്ഥാപനത്തിനു വേണ്ടി നമ്മോട് ധർമ്മവും കർമ്മവും നിറവേറ്റുന്നതിനു വേണ്ടി അവരെ അനുസ്മരിക്കേണ്ടത് അത്യാവശ്യമാകുന്നു എന്നാണ് കെ.ആർ. 23 ടി.കെ. മാധവന്റെ ദശാഭിമാനിയിൽ എഴുതിയിട്ടുള്ളത്. അതാണ് യഥാർത്ഥത്തിൽ നാം വൈകിയാണെങ്കിലും അവരെ അനുസ്മരിക്കുകയും അവരുടെ ധാർമ്മിക ധീരതയെ അഭിവാദ്യം ചെയ്യുകയും ആ ഓർമ്മ പുതുക്കുകയും ചരിത്രത്തിലേക്ക് അവരെ രേഖപ്പെടുത്തുകയും അടയാളപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വലിയ പ്രക്രിയയാണ്. നിങ്ങളെല്ലാവരും വായിക്കേണ്ടതാണ് കെ.ആറിൻ്റെ 1923 ഈ ലേഖനത്തിൻ്റെ 2 ഭാഗങ്ങൾ. ആദ്യ ഭാഗത്തിൽ നിന്നാണ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് പെരുമ്പള്ളിക്കാവ്, കീഴൂർക്കാവ്, ചെട്ടുതറ പണിക്കന്മാര്, അവരുടെ പ്രതിഷ്ഠകള്, അതുപോലെ കളരി എന്ന് പറഞ്ഞാൽ എന്താണ്? ചെട്ടുതറ പണിക്കന്മാരുടെ കളരിയിൽ വച്ചായിരുന്നു. കളരി എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിനും കായികാഭ്യാസത്തിനും വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള പള്ളിക്കൂടമായിരുന്നു എന്നാണ്. പള്ളിയും പള്ളിക്കൂടവും പാലി പഴന്തമിഴ് പദമാണ്. പരിശുദ്ധമായ ബുദ്ധവിഹാരത്തെയാണ് പള്ളി എന്ന് വിളിച്ചിരുന്നത്. ബുദ്ധരും ജൈനരും ജൂതരും ക്രൈസ്തവരും മുസ്ലിങ്ങളും ഈ 5 മതവിഭാഗങ്ങൾ തങ്ങളുടെ ആരാധനാ സ്ഥലത്തെ സൗത്ത് ഇന്ത്യയിലെമ്പാടും പള്ളി എന്നാണ് പറഞ്ഞത്. ഇപ്പോഴും പള്ളിപ്പേരുകളും ചേരിപ്പേരുകളും ചേരുന്ന സ്ഥലങ്ങളാണ് സൗത്ത് ഇന്ത്യയിലെല്ലാം ഉള്ളത്. അപ്പോൾ പള്ളി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കളരി വിദ്യാഭ്യാസത്തിനും ആയോധനാഭ്യാസത്തിനും അല്ലെങ്കിൽ കായികാഭ്യാസത്തിനും മറ്റുള്ളവരെ നോവിക്കാനുള്ളതല്ല, ആത്മരക്ഷോപരമായിട്ടുള്ള കായികാഭ്യാസം, ആരോഗ്യരക്ഷ, തിരുമ്, അതുപോലെ തന്നെ മറ്റ് ഒഴിച്ചിൽ പിഴിച്ചിൽ, അത് മർമ്മ ചികിത്സ, ഇങ്ങനെ അടക്കമുള്ളതായിരുന്നു ബൗദ്ധകാലത്ത്. പിന്നീട് സൈനികവൽക്കരണത്തിലൂടെ അതിനെ കൊല്ലുന്ന വാളും കുന്തവും എടുത്തിട്ടുള്ള കളരിയാക്കി മാറ്റി. അപ്പൊ കളരിയിൽ വെച്ചായിരുന്നു കളരി എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിനും കായികാഭ്യാസത്തിനും വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള പള്ളിക്കൂടമായിരുന്നു. അവരുടെ കളരികളും സർപ്പക്കാവുകളും കുളങ്ങളും തലയോലപ്പറമ്പിനടുത്തുള്ള അടിയത്ത്, അദ്ദേഹത്തിൻ്റെ ജന്മഭൂമിയായിട്ടുള്ള ആ തലയോലപ്പറമ്പ്, മൂവാറ്റുപുഴ ആറിൻ്റെ കരയിലുള്ള അടിയത്ത് ഗുരു 1920കളിൽ വരുമ്പോൾ ഈ അടിയമാണ് ഇനി ഉയരുക എന്നായിരുന്നു ഗുരു പറയുന്നത്. കാരണം
അവിടുത്തെ വലിയ പോരാട്ടങ്ങൾ നടന്നിട്ടുള്ള ഭൂമിയാണ് എന്ന് ഗുരുവിന് അറിയാമായിരുന്നു. അപ്പൊ സർപ്പക്കാവുകളും കുളങ്ങളുമെല്ലാം തലയോലപ്പറമ്പിനടുത്തുള്ള അടിയത്തും ചെട്ടുതറ വീട്ടിലും ഇപ്പോഴും കാണാം എന്നാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഇനി മറ്റൊരു വലിയ ഒരു വിവരം അദ്ദേഹം രേഖപ്പെടുത്തുന്നത് വൈക്കത്തെ ഈഴവരുടെ അക്കാലത്ത് തന്നെ, അതായത് 1920കളിൽ തന്നെ ഈഴവരുടേതായ ഒരു പത്രമുണ്ടായിരുന്നു എന്നുള്ളതാണ്. കേരള സന്ദേശം എന്ന ഒരു പത്രം വൈക്കത്ത് നിന്ന് ഈഴവരുടെ പത്രത്തിൽ, അതാണ് അദ്ദേഹം പറയുന്നത്, ദളവാക്കുളത്തിലെ ശോകപ്പട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദീർഘമായ ലേഖന പരമ്പര നോക്കണം. ശോകപ്പട അശോകപ്പട തന്നെയാണ്. അശോക ബൗദ്ധ പാരമ്പര്യമുള്ള അശോകന്മാരെയാണ് ശോകന്മാരെന്നും പിന്നീട് ചോകന്മാരെന്നും പിന്നീട് അത് സംസ്കൃതത്തിലെ സേവകൻ എന്നും ഒരു നായനെ ഇത്ര സേവകൻ എന്ന രീതിയിൽ പിന്നീട് മധ്യകാലത്തിന് ശേഷം ആധുനിക കാലത്തോടുകൂടി ചിട്ടപ്പെടുത്തുകയാണ് ഉണ്ടായത്. അപ്പൊ യഥാർത്ഥത്തിൽ ആ ശോകപ്പട എന്ന പേരിൽ കേരള സന്ദേശം എന്ന ഈഴവരുടെ പത്രത്തിൽ ദളവാക്കുളത്തിലെ ശോകപ്പട എന്ന തലക്കെട്ടിൽ വൈക്കത്ത് നിന്നും പുറപ്പെട്ടുകൊണ്ടിരുന്ന കേരള സന്ദേശം എന്ന ഈഴവരുടേതായ പത്രത്തിൽ അന്ന് വിദ്യാർത്ഥിയായിരുന്ന ശ്രീമാൻ എൻ കൃഷ്ണപിള്ള അവർകൾ എഴുതുന്ന, പിന്നീട് അഡ്വക്കേറ്റ് എൻ കൃഷ്ണപിള്ളയായി ഈ പറയുന്ന 23 വടയാർ സമ്മേളനത്തിൽ ആശാന്റെ ഒരു സതീർത്ഥ്യൻ എന്ന നിലയിൽ പ്രസംഗിച്ച വ്യക്തിയാവാം. അപ്പൊ അദ്ദേഹം എൻ കൃഷ്ണപിള്ള അവർകൾ എഴുതിയിരുന്നു എന്ന് അതിൻ്റെ ചില പഴയ പ്രതികൾ വായിച്ചാൽ അറിയാം. കെ.ആർ. നാരായണൻ അത് വായിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോ കേരള സന്ദേശം എന്ന ഈഴവരുടെ പത്രം ഇവിടെ ഉണ്ടായിരുന്നെന്നും അതിൽ ഈ പറയുന്ന പിന്നീട് അഡ്വക്കേറ്റായി മാറിയ എൻ കൃഷ്ണപിള്ള അദ്ദേഹം ഒരു വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് വൈക്കത്തെ ദളവാക്കുളത്തിലെ, വൈക്കത്തെ എന്ന് മാത്രമല്ല ദളവാക്കുളത്തിലെ ശോകപ്പട എന്ന തലക്കെട്ടിൽ വൈക്കത്തു നിന്നും പുറപ്പെട്ടുകൊണ്ടിരുന്ന കേരള സന്ദേശം എന്ന പത്രത്തിൽ അന്ന് എഴുതി എന്നാണ്, അസന്നിഗ്ധമായി താനത് വായിച്ചു എന്നാണ് ഇവിടെ കെ.ആർ. നാരായണൻ MLC ആയിരുന്ന കെ.ആർ. നാരായണൻ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അതിൽ പറയുന്ന എൻ കൃഷ്ണപിള്ള എഴുതിയിരുന്നു എന്ന് പറയുന്നു. ഈ ശോകപ്പടയെക്കുറിച്ച് ചെട്ടുതറ ആശാന്മാർ ചില പാട്ടുകൾ എഴുതിയിട്ടുണ്ട് എന്നാണ്. അന്നത്തെ ചെട്ടുതറ ആശാനായിരുന്ന കരിപ്പണിക്കർ അദ്ദേഹം മുറിവേറ്റ് വളരെ മൃതപ്രായനായിപ്പോയി. പിന്നീടുണ്ടായിരുന്ന സ്ഥാനികൾ പണിക്കർക്ക് ശേഷം വന്നിട്ടുള്ള ചെട്ടുതറയിലെ പണിക്കന്മാർ പിന്നീട് ആ ഓർമ്മ നിലനിർത്താൻ വേണ്ടി ഒരു പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും അതിലെ ചില ഭാഗങ്ങൾ അദ്ദേഹം ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. അത് വളരെ പ്രസക്തമാണ്. അപ്പൊ അതിൽ പറയുന്നതാണ്, ആ പാട്ടിൽ, നടൻ പാട്ടിൽ, ചെട്ടുതറ പണിക്കന്മാരുടെ പാട്ടിൽ പറയുന്ന ഭാഗമാണ് ഞാൻ വായിക്കുന്നത്. നാളെ തന്നെ നമുക്കെല്ലാം അമ്പലത്തിൽ കയറാൻ പോണം, എന്തുകൊണ്ട് നമുക്കെല്ലാം കയറാൻ മേല, എന്തുകൊണ്ട് നമുക്കെല്ലാം കയറാൻ, എല്ലാ ബഹുജനങ്ങൾക്കും ഒരു ആരാധനാ സ്ഥലമാണ് ഒരു അമ്പലമെങ്കിൽ 2018 സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ ഐക്യകണ്ഠ്യേനയുള്ള വിധിയാണ്. ഇപ്പൊ വേറൊരു വിധി വന്നിട്ടുണ്ട്. ദളിതരെ വെട്ടിമുറിക്കണമെന്നും ദളിതരിൽ തന്നെ അല്പം വിദ്യാഭ്യാസവും സമ്പത്തും സോഷ്യൽ മൊബിലിറ്റിയും ഉള്ളവരെയൊക്കെ വെട്ടിനീർക്കി അവരെ ക്രീമി ലെയർ, വെണ്ണപ്പാട എന്ന, ഇതെന്റെ ആശയമാണ് എന്ന് വിനീതമായി ഈ ഫോർമുലയുടെ ഈ സൂത്രവാക്യം എന്റേതാണെന്ന് അവകാശപ്പെട്ട ഒരു വ്യക്തി കേരളത്തിലുണ്ടായിരുന്നു. അദ്ദേഹമാണ് 57 ഈ സാമ്പത്തിക വാദം കൊണ്ടുവന്നുകൊണ്ട്, ക്രീമി ലെയറിന്റെ പിതാവായ ഈ സാമ്പത്തിക നിർണയനവാദം കൊണ്ടുവന്നുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ സാമൂഹ്യ പ്രാതിനിധ്യ പ്രതിനിധാന വ്യവസ്ഥ അട്ടിമറിച്ചു. 2018 കേരളത്തിലെ ദേവസ്വം ബോർഡിൽ നടപ്പാക്കപ്പെട്ടത്. 2019 ജനുവരിയിലാണ് യൂണിയൻ ഭരണകൂടം പോലും അതൊരു തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടായിട്ട് യൂണിയൻ തലത്തിൽ, കേന്ദ്ര തലത്തിൽ നടപ്പാക്കിയത്. അപ്പോൾ ആ ഭീകരത നാം ഇവിടെ ഓർക്കേണ്ടതാണ്. അപ്പോൾ നാളെ തന്നെ നമുക്കെല്ലാം, അപ്പോൾ അതാണ് ഞാൻ സൂചിപ്പിച്ച ഇപ്പോഴത്തെ വിധി എന്താണ്, ദലിതരെ, പിന്നോക്കക്കാരെ ചെയ്തതുപോലെ ദലിതരെ പല ലെവലായിട്ട് വെട്ടിമാറ്റണം, അവരെ ഒരാളിൽ നിന്ന് അകറ്റി അവരിൽ സാമ്പത്തിക ക്രമം പറഞ്ഞുകൊണ്ട്, വർഗക്രമം പറഞ്ഞുകൊണ്ട് അവരെ അകറ്റണം, അതിൽ ക്രീമി ലെയർ എന്ന് പറഞ്ഞ സങ്കല്പം കൊണ്ടുവരണം, എന്നിട്ട് അവരെ മുഴുവൻ സംവരണത്തിന്റെ അല്ലെങ്കിൽ പ്രാതിനിധ്യത്തിന്റെ പരിധിക്ക് പുറത്താക്കണം. ഇങ്ങനെ ദളിതരെ എന്നേക്കുമായ അധികാരത്തിൽ നിന്ന്, ഇപ്പോൾ പോലും അവർക്ക് നാമമാത്രമായ പ്രാതിനിധ്യം പോലും പല മേഖലകളിലും ഇല്ല.
അങ്ങനെ പ്രാതിനിധ്യം ഇല്ലാതിരിക്കുന്നവരുടെ രാഷ്ട്രീയ പ്രാതിനിധ്യത്തിനുള്ള ഒരേ ഒരു കർമ്മ പരിപാടിയായ സാമൂഹ്യ സംവരണം, സാമുദായിക പ്രാതിനിധ്യം എന്ന് പറയുന്ന ഈ സംവരണ വ്യവസ്ഥയെ പരിപൂർണമായും ഇല്ലാതാക്കാനുള്ള, ഇതിന് സാമ്പത്തിക സംവരണം പരോക്ഷമായി അമിത പ്രാതിനിധ്യത്തിലിരിക്കുന്ന ജാതി ഹിന്ദുക്കളുടെയും പ്രാതിനിധ്യത്തിൽ മുന്നാക്കമായവരുടെയും കൊണ്ട് നടപ്പാക്കി കഴിയുകയും കൂടെ ചെയ്തിരിക്കുന്നു. നമുക്കറിയാം, ഇപ്പോഴത്തെ റാങ്കിൻ്റെ ക്രമം നോക്കിയാൽ അറിയാം എവിടെയാണ് ഈ EWSകാരുടെ റാങ്ക് കിടക്കുന്നത്. അപ്പം മികവിനെ കുറിച്ചുള്ള, മെറിറ്റിനെ കുറിച്ചുള്ള ആവലാതികളെല്ലാം ഇപ്പോൾ ആവിയാക്കി കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് ഞാൻ സൂചിപ്പിച്ചത്, അങ്ങനെ ഒരു വിധി ഇവിടെ ഉണ്ടായതാണ്. ഒരു ആരാധനാ സ്ഥലം, പൊതുസ്ഥലമാണ്, എന്തുകൊണ്ട് നമുക്ക് കയറിക്കൂടാ? അതായിരുന്നു പ്രശ്നം. അന്ന് 1806 അവരുന്നയിച്ച പ്രശ്നവും ഇത് തന്നെയാണ്. എന്തുകൊണ്ട് നമുക്കെല്ലാം കയറാൻ മേല? എന്തുകൊണ്ട് നമുക്ക് പാടില്ല? എന്തുകൊണ്ട് നമ്മുടെ പ്രവേശം, പ്രാതിനിധ്യം തടയുന്നു? ഗുരു 1924 കൊടുത്ത മഹത്തായ വൈക്കം സന്ദേശവും അതാണ്. മനുഷ്യരെന്ന നിലയിൽ എവിടെയൊക്കെ പ്രവേശനം നിഷേധിക്കുന്നോ അവിടെയെല്ലാം കടന്നു കയറണം. മൂടിവെച്ച പാൽപ്പായസം എടുത്ത് കുടിക്കണം. മനുഷ്യരെ തൊട്ടാൽ അശുദ്ധിയാണ് എന്ന് കരുതുന്നവർക്ക് ഒന്നും സ്വസ്ഥമായിരുന്നു ചെയ്യാൻ അനുവദിക്കരുത് എന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ. വേലി കെട്ടിയാൽ അതിന്മീതെ കൂടി കയറണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. ഇതേ ചോദ്യം തന്നെയാണ്, എന്തുകൊണ്ട് നമുക്കെല്ലാം കയറാൻ മേല എന്നാണ് ചെട്ടുതറ പണിക്കന്മാരുടെ ഈ പാട്ട് അന്ന് രേഖപ്പെടുത്തിയത് എന്നാണ്. നാളെ തന്നെ നമുക്കെല്ലാം അമ്പലത്തിൽ കയറാൻ പോണം, എന്തുകൊണ്ട് നമുക്കെല്ലാം കയറാൻ മേല എന്ന ചോദ്യമാണ്. കല്ല് ചുമന്ന് അമ്പലത്തിൽ കൊടുക്കണം, പൂജയ്ക്ക് നാം വിറകും കൊടുത്തിടണം. വെള്ളം കോരി കൊടുക്കണം, വിറക് വെട്ടിക്കൊടുക്കണം, പൂജയ്ക്കുള്ളതെല്ലാം കൊടുക്കണം, ഇളനീരും കൊടുക്കണം, കുരുത്തോലയും കൊടുക്കണം, എല്ലാം കൊടുക്കണം, കല്ലും ചുമന്ന് കൊടുക്കണം. ഈ അമ്പലം കെട്ടാനുള്ള കല്ലടക്കം, ഈ പിടിച്ചാൽ കിട്ടാത്ത, വലിയ ആന പിടിച്ചാൽ കിട്ടാത്ത തടിയും കല്ലും എല്ലാം ചുമന്ന് നമ്മൾ അവിടെ കൊണ്ടുപോയി കെട്ടിക്കൊടുക്കണം. അത് നമ്മുടെ കമ്മാളന്മാർ അതിനെ വളരെ മനോഹരമായ വാസ്തുശില്പവുമാക്കി മാറ്റും, ശില്പം വരെ സ്ഥാപിച്ചു കൊടുക്കും. അതിനുശേഷം കമ്മാളനടക്കം പുറത്താവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്ര ഭീകരമായ ഒരു വ്യവസ്ഥയെ ഊഴിയം അടിമകളാക്കി മാറ്റുന്ന ഒരു വ്യവസ്ഥയാണ് ഈ പറയുന്ന ചെട്ടുതറ പണിക്കന്മാരുടെ പഴയ 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലെ ഈ നാടൻപാട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നാളെ തന്നെ നമുക്കെല്ലാം അമ്പലത്തിൽ കയറാൻ പോണം, എന്തുകൊണ്ട് നമുക്കെല്ലാം കയറാൻ മേല? കല്ലു ചുമന്ന് അമ്പലത്തിൽ കൊടുക്കണം, പൂജയ്ക്ക് നാം വിറകും കൊടുത്തിടണം. എന്നിരുന്നാലും മൂപ്പന്മാർക്കും കയറിയിടാം, നമുക്കെല്ലാം എന്തുകൊണ്ട് കയറാൻ മേല എന്ന് ആവർത്തിച്ച് ചോദിക്കുന്ന നാം മനുഷ്യരല്ലേ, നാം ജനങ്ങളല്ലേ, നാമല്ലേ ഇതിനു വേണ്ടിയുള്ള വ്യയം മുഴുവൻ അധ്വാനം നടത്തുന്നതും പണം കൊടുക്കുന്നതും കാണിക്ക കൊടുക്കുന്നതും എല്ലാം നമ്മളല്ലേ? നമ്മുടെ പണവും കാണിക്കയും ഇതെല്ലാം അങ്ങോട്ട് എടുക്കുമല്ലോ, പുണ്യാഹം തളിച്ച് അങ്ങോട്ട് അശുദ്ധി മാറ്റി എടുക്കുമല്ലോ. പിന്നെ എന്തുകൊണ്ട് ഈ മനുഷ്യർക്ക് അവിടെ കയറിക്കൂടാ എന്ന ചോദ്യമാണ് അവരന്നുയർത്തിയത്. 2018 ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയും അതായിരുന്നു. ഒരു ആരാധനാ സ്ഥലം, ഒരു പൊതുവിടമാണെങ്കിൽ അവിടെ എല്ലാവർക്കും ജാതി, മത, ലിംഗ, പ്രാദേശിക വ്യത്യാസങ്ങളില്ല, പ്രായഭേദമില്ലാതെ എല്ലാ മനുഷ്യർക്കും കയറാൻ കഴിയണം എന്ന് തന്നെയായിരുന്നു. അതിനെതിരെയാണ് ഞങ്ങൾ തീണ്ടാരികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ വിദ്യാഭ്യാസമുള്ള പ്രൊഫഷണലുകൾ എന്ന് പറയുന്ന ഡോക്ടർമാരും എഞ്ചിനീയർമാരും അഡ്വക്കേറ്റുകളും പ്രൊഫസർമാരും അടക്കമുള്ള സ്ത്രീകൾ, കേരളത്തിലെ സവർണ സ്ത്രീകളും അവരുടെ പിന്നണികൾ അടിമകളായിപ്പോയ ചില അവർണ വനിതകൾ അടക്കം ഇവിടെ വിശ്വാസി ലഹള നടത്തുകയായിരുന്നു. തീണ്ടാരി ഘോഷയാത്ര, തീണ്ടാരി ലഹള നടത്തുകയായിരുന്നു. ശൂദ്ര ലഹള എന്ന പേരിൽ NK ജോസ് ഒരു പുസ്തകം തന്നെ 2019 എഴുതി പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അപ്പൊ ആ ശൂദ്ര ലഹള നടത്തിക്കൊണ്ടാണ്, തീണ്ടാരി വിശ്വാസി നാമജപ ഘോഷയാത്രകൾ നടത്തിക്കൊണ്ടാണ് ഭരണഘടനാപരവും മനുഷ്യാവകാശപരവുമായ പ്രാഥമികാവകാശം, സഞ്ചാര സ്വാതന്ത്ര്യം, പൊതുവിട പ്രവേശം, മഹാത്മാ അയ്യങ്കാളി ആ വില്ലുവണ്ടി പോരാട്ടം നടത്തിക്കൊണ്ട് ബാലരാമപുരത്ത് അദ്ദേഹം 1896 തന്നെ വില്ലുവണ്ടിയിൽ നടന്ന് ബാലരാമപുരം അമ്പലത്തിൽ പ്രവേശിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. പക്ഷെ അവിടെ വെച്ച് വലിയ ഭീകരമായ സവർണരുടെ കൊടുവാളുകൾ ഉയർന്നു. അവരെ കൊല്ലണ്ടല്ലോ എന്ന് കരുതിയാണ്. അപ്പൊ ഗുരു 1924 പറയുന്നുണ്ട്, വെടിവെക്കും പറന്നു പോകരുത്, വെടിവെക്കും പറന്നു പോകരുത്, നമുക്കൊരു വടി വേണം എന്ന് നാരായണ ഗുരു പറഞ്ഞതാണ്. എന്തിനാണ്? ഇവരെ അടിക്കാനല്ല, പിന്നെയോ നമ്മെ കൊല്ലാനോ അടിക്കാനോ ആയിട്ട് ഇവിടെ വർക്കലയും
ചില വിരോധികൾ നാം ആണല്ലോ ഇവിടെ സ്വന്തം വെല്ലൂർ മഠം ഇവിടെ വിട്ടുകൊടുത്തിരിക്കുന്നത്, നാം ഇതിനും നിമിത്തമായല്ലോ എന്നാണല്ലോ ഗുരുവിന്റെ പ്രസ്താവം. കാരണം നമുക്കറിയാം, ഈ ആധുനിക ഗാന്ധിയൻ സത്യാഗ്രഹത്തിന് വഴിമരുന്നിട്ടത് ആരാണ്? നാരായണ ഗുരു തന്നെയാണ്. ഗുരുവിന്റെ റിക്ഷാ വണ്ടി ഇവിടെ ഈ പറയുന്ന അന്ധകാരത്തോടിനടുത്ത് ആ തീണ്ടൽ പലക 1905 ആര് കൊണ്ടുവച്ചു? തിരുനക്കരയിലെ 8 ബോർഡിന്റെ ചരമം എന്ന പേരിൽ മൂലൂര് ഒരു കവിത എഴുതിയിട്ടുണ്ട്. ഏതാണ്? ഇതേ സമയത്ത് തന്നെ KP ചങ്ങരമേനോൻ എന്ന് പറയുന്ന കോട്ടയം പേഷ്കാർ, KP ചങ്ങരമേനോൻ എന്ന കോട്ടയം പേഷ്കാരാണ് 1905 ഈ തീണ്ടൽ പലക ഇവിടെ ഇല്ലാതിരുന്ന ഒരു വടക്കങ്കൂറിന്റെ ഭരണകാലത്ത് പോലും, നമ്പ്യാതിരിയുടെ ഇണ്ടന്തുരുത്തി നമ്പ്യാതിരിയുടെ ആദ്യ ഭരണകാലത്ത് പോലും ഇവിടെ ഇല്ലാതിരുന്ന ഒരു സാധനം, ജാതി തീണ്ടലിന്റെ നരകം പോലെയുള്ള തീണ്ടൽ പലക. പണാവള്ളി കൃഷ്ണൻ വൈദ്യരുടെ മാർച്ചിങ് സോങ്ങിൽ പറയുന്നുണ്ട്, ആ നരകം പോലുള്ള ആ തീണ്ടൽ പലക കാണല്ലേ ശിവശംഭോ എന്നൊരു പ്രാർത്ഥനാ രൂപത്തിൽ പാണാവള്ളി കൃഷ്ണൻ വൈദ്യർ പറയുന്നുണ്ട്. ആ നരകം പോലത്തെ തടിയിലുള്ള DPW ലിപികൾ മായ്ച്ചു കളയിലും, DPWന്റെ ആയിരുന്നു, പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ആയിരുന്നു ആ വഴി. എവിടുന്ന് വന്നു പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ്? ഇത് ബ്രിട്ടീഷുകാരുടെ സിസ്റ്റമായിരുന്നു. ആ ബ്രിട്ടീഷ് ഭരണകൂടത്തിന് കപ്പം കൊടുത്ത് കിടക്കുന്ന തിരുവിതാംകൂറിലെ രാജ പാർട്ടികളുടെ പേരിൽ ഹിരണ്യഗർഭവും തുലദാനവും മുറജപവും നടത്തി ക്ഷത്രിയ പദവി പിടിച്ചു വാങ്ങുന്ന ആ രാജാക്കന്മാരുടെ പേരിൽ 1891 പ്രാതിനിധ്യവാദം എന്ന് പറയുന്ന മലയാളി മെമ്മോറിയലിലൂടെ അതിലെ 1-ാം പേരുകാരനായി ഒപ്പിട്ടുകൊണ്ട് അതിലൂടെ പണി കിട്ടി വന്ന KP ചങ്ങരമേനോൻ മലയാളി മെമ്മോറിയലിലെ 1-ാം പേരുകാരനാണ്. അദ്ദേഹം വന്ന് പണി കിട്ടി വന്നപ്പോൾ കോട്ടയം പേഷ്കാരായി വന്നപ്പോഴാണ് ഇവിടെ കൊണ്ടുവന്ന് ഈ തീണ്ടൽ പലക സ്ഥാപിച്ചത്. അങ്ങനെയാണ് 1920കളുടെ തുടക്കത്തിൽ നാരായണ ഗുരുവിന് പോലും വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നത്. ഗുരുവിനും തീണ്ടലോ എന്ന് ചോദിച്ചുകൊണ്ടാണ് TK മാധവൻ അടക്കം വന്നിട്ട് ഇവിടെ സത്യവ്രത സ്വാമി അടക്കം. എന്തുകൊണ്ട് സത്യവ്രത സ്വാമികൾ ഇവിടെ വന്ന് പ്രസംഗിച്ചു? എന്തുകൊണ്ട് CB കുഞ്ഞിരാമനും സഹോദരൻ അയ്യപ്പനും അടക്കം TK അറസ്റ്റ് ചെയ്തപ്പോഴാണ് സഹോദരൻ പോലും എത്തിയത്? കൊച്ചിയിലായിരുന്നല്ലോ അദ്ദേഹം. പക്ഷെ എന്താണ് കാരണം? ഗുരുവിനെ അപമാനിച്ചു. സാഹോദര്യം, ചിദംബരം പിള്ളയ്ക്കുള്ള കത്തും മറുപടിയും തുടങ്ങിയ കവിതകളിൽ മൂലൂര് ഇതിനെ ചരിത്രവൽക്കരിച്ച് എഴുതിയിട്ടുണ്ട്. കവിതയിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മുനിമുഖ്യനാം നാരായണ സ്വാമികൾ പോയിടവേ മുഷ്കേറും ഒരു മഹീപതി വന്നു തടഞ്ഞു, എന്നിട്ട് അദ്ദേഹത്തിന്റെ കാല് നിലത്തേക്ക് വലിച്ചിറക്കേണ്ടി വന്നു എന്ന് പറയുകയാണ്. അപ്പോൾ 6-7 കോടികളുടെ ആശാദീപമായ ഒരു മുനിയെ ഇവിടെ വെച്ച് വഴി തടഞ്ഞ് അപമാനിച്ചു. അതായിരുന്നു യഥാർത്ഥ കാര്യം. അപ്പൊ നാം ഇതിന് നിമിത്തമായല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അതാണ് വൈക്കത്ത് വടയാറ്റിൽ തന്നെ 1920കളിൽ വരുമ്പോൾ ഗുരു പറയുകയാണ്, എനിക്ക് ഇവിടെ ഈ വെല്ലൂർ മഠം വാങ്ങിക്കണം. ആ പച്ചക്കണ്ണ് എന്ന് പറയുന്ന ഫരീദ് പച്ചക്കണ്ണ് എന്ന മുസ്ലിം വ്യാപാരിയിൽ നിന്ന് അദ്ദേഹം അത് വാങ്ങിച്ചു. അവിടെ തന്റെ വെല്ലൂർ മഠവും പള്ളിക്കൂടവും ഒക്കെ സ്ഥാപിച്ചു. അതാണിപ്പോൾ ആശ്രമം പള്ളിക്കൂടം എന്നറിയപ്പെടുന്നത്. അപ്പൊ അതിനെ അദ്ദേഹം വിട്ടുകൊടുത്തു. ഈ സത്യാഗ്രഹത്തിന് പരിപൂർണമായും വിട്ടുകൊടുത്തു. അന്ന് തന്നെ 1001 രൂപ സംഭാവനയും ചെയ്തു. നേരിട്ട് പങ്കെടുത്തില്ല, കാരണം TK ശിഷ്യഗണങ്ങളാണല്ലോ ഇതിനകത്ത് പങ്കെടുക്കുന്നത്. അതിലൂടെയാണ്. മാത്രമല്ല ബ്രിട്ടീഷുകാരെ സ്വന്തം ഗുരുക്കന്മാരായി കണ്ടുകൊണ്ടിരുന്ന ഒരു ഗുരുവാണ്. നമുക്ക് സന്യാസം തന്ന നമ്മുടെ ഗുരുക്കന്മാർ എന്ന് അദ്ദേഹം പറഞ്ഞത് അവരെയാണ്. അപ്പോൾ സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് വഴിമാറി പോകുന്നില്ല സുഹൃത്തുക്കളെ. ഏതാനും വാക്കുകൾ കൂടി നമ്മുടെ KR നാരായണന്റെ, എഴുത്തുകാരനായിരുന്ന വൈക്കം തലയോലപ്പറമ്പുകാരനായ അടിയങ്കാരനായ KR നാരായണന്റെ 1923 എഴുതിയ ഈ ലേഖനത്തിൽ നിന്നും 2 ഭാഗങ്ങളുള്ള ലേഖനത്തിൽ നിന്നും ഏതാനും ഭാഗം വായിച്ചുകൊണ്ട് ഞാൻ ഇവിടെ ഉപസംഹരിക്കുകയാണ്. അധികം സമയം ഞാൻ എടുക്കുന്നില്ല. പിന്നീടാണ് അദ്ദേഹം അതിനകത്ത് തന്നെ വരുന്ന വൈക്കം താലൂക്കിൻ്റെ മിക്ക ഭാഗത്തു നിന്നും വന്നു ചേർന്നിട്ടുള്ള ഈഴവരെ കുറിച്ച് പറയുന്നു. അതിലാണ് കരിവരമുഖനാം കരിപ്പണിക്കർ, അതുപോലെ കുരുവരമുഖനാം കുന്നേൽച്ചേന്നി, കൂവി വിളിക്കുന്ന ഒട്ടായി, എലിപോലെ വിറയ്ക്കുന്ന മങ്ങത്തെ തണ്ടാൻ എന്നാണ് ഇവിടെ പറയുന്നത്. മാലുത്തണ്ടാൻ എന്നല്ല പറയുന്നത്. മാലുത്തണ്ടാൻ യഥാർത്ഥത്തിൽ ചേർത്തലയിലുള്ള ഒരു വ്യക്തിയായിരുന്നു. CV-യുടെ ഒരു ചരിത്ര കഥനം തന്നെ അതിനെക്കുറിച്ചുണ്ട്. അപ്പോൾ ഏതായാലും ഇവിടെ പറയുന്നത് KR നാരായണൻ അന്ന് 23 ആർട്ടിക്കിൾ രേഖപ്പെടുത്തിയിരുന്നത് മങ്ങത്തെ തണ്ടാൻ എന്നാണ്. ആ വീട്ടുപേര് അന്വേഷിക്കേണ്ടത്.
അതുപോലെ പുലി പോലെ പായുന്ന പിന്നെ ഒട്ടായിക്ക് പകരം പുല്ലേലി കോന്നി എന്നാണ് ഈ പാഠത്തിൽ പറയുന്നത്. പിന്നെ ഇത് നാടൻ പാട്ടായതുകൊണ്ട് ഇതിന് ആധികാരികമായൊരു പാഠമില്ല. ലിഖിത പാഠം ഇത് അവൈലബിൾ ആണെന്ന് നമുക്ക് പറയാമെന്നുള്ളതല്ലാതെ വിവിധ പാഠങ്ങൾ നാടൻ പാട്ടുകൾക്കുണ്ട്. ബഹുജനങ്ങൾ പാടുന്നതാണ് യഥാർത്ഥത്തിൽ. അതിന് പല വ്യാഖ്യാനങ്ങളും ആഖ്യാനങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്നാണ് ശരി എന്ന് പറയാൻ കഴിയില്ല, വിവിധങ്ങളായിക്കൊള്ളട്ടെ. ഈ വീട്ടുപേരുകളൊക്കെ അന്വേഷിക്കാവുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ട് പിന്നെ അത് ഉപസംഹരിക്കുന്നു. അടുത്ത ഭാഗത്തിലാണ് പിന്നെ അതിൻ്റെ വിശദീകരണങ്ങൾ ഉള്ളത്. അതുപോലെ തന്നെ കരിപ്പണിക്കരെ കുറിച്ച് മറ്റ് ക്രോസ് റെഫറൻസുകളുണ്ട്. NR കൃഷ്ണന്റെ ഈഴവരെ കരപ്പുറത്തെ അല്ലെങ്കിൽ ചേർത്തലയിലെ ഈഴവരെ കുറിച്ചുള്ള പഠനത്തിൽ NR കൃഷ്ണൻ പറയുന്നു. കാരണം ചേർത്തല എന്ന് പറയുന്നത് ഇവിടുന്ന് 5 മിനിറ്റ് തോണിയിൽ കടന്നാൽ എത്തുന്ന സ്ഥലമാണ്. നമുക്കറിയാം ഇപ്പോഴും തവണക്കടവും അങ്ങനെ ബോട്ട് കടവുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നടക്കുന്നതും ചേർത്തല നങ്ങേലിയുടെ 1803 രക്തസാക്ഷിത്വം, മുലക്കരം അവസാനിപ്പിക്കാനായി നടത്തിയ രക്തസാക്ഷിത്വം, അതുപോലെ തന്നെ മാലുത്തണ്ടാന്മാർ അവിടെയും ഇവിടെയും ഉള്ളതായിട്ട് പല ആഖ്യാനങ്ങളിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ കരിപ്പണിക്കർ ചേർത്തലയിൽ പോയി വേലുത്തമ്പി ദളവയുമായി നടത്തിയ ഒരു കൂടിക്കാഴ്ചയെക്കുറിച്ച് NR കൃഷ്ണൻ രേഖപ്പെടുത്തുന്നുണ്ട്. കാരണം അന്ന് അധിക നികുതി ഈഴവരുടെ മുകളിലേക്ക് ചെലുത്തുകയാണ്. ബൗദ്ധരാണല്ലോ, സംഘക്കാരാണല്ലോ. അപ്പോൾ അവരെ ഞെക്കിപ്പിഴിഞ്ഞെടുക്കണം. മുലക്കരവും തലക്കരവും അടക്കമുള്ള എണിക്കണം, മേനിപ്പൊണ്ണ് അടക്കമുള്ള 118 തരം ജാതിക്കരങ്ങൾ ഈ അവർണരുടെ മുഖത്തേക്ക് മേലിലേക്ക് ചെലുത്തുകയാണ്. അപ്പൊ തെങ്ങിലെ തേങ്ങയ്ക്ക് നികുതി കൊടുക്കണം. അതുമാത്രം പോരാ, ചെത്തുണ്ടെങ്കിൽ ആ ചെത്തിന് വേറെ നികുതി. ഒരു തെങ്ങിന് തന്നെ 2 തരത്തിൽ കരം അടിച്ചേൽപ്പിക്കുന്ന ഒരു സമ്പ്രദായം വേലുത്തമ്പിയുടെ കാലത്തുണ്ടായി. വേലുത്തമ്പിയുടെ നടത്തിയിട്ടുള്ള വംശഹത്യകളെ കുറിച്ച് ഞാൻ പറയേണ്ടതില്ല. ഇവിടെ തന്നെ KR രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സാമുദായിക സ്പർദ്ധ ഉണ്ടാകുന്ന രീതിയിൽ അരയന്മാരെ പോലും ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് കുഞ്ചിക്കുട്ടിപ്പിള്ള, വേലുത്തമ്പിയുടെ മുഖ്യ കങ്കാണിയും ആരാച്ചാരുമായി ദളവാക്കുളം വംശഹത്യയിൽ പ്രവർത്തിച്ച കുഞ്ചിക്കുട്ടിപ്പിള്ളയും പപ്പനാവ് പിള്ളയും കുതിരപ്പക്കയും ഒക്കെ, പ്രത്യേകിച്ച് കുഞ്ചിക്കുട്ടിപ്പിള്ള സർവാധികാര്യക്കാരായിരുന്നതുകൊണ്ട് ഔദ്യോഗികമായി കുഞ്ചിക്കുട്ടിയാണ് ഇതിന് ഉത്തരം പറയേണ്ടത്. അപ്പൊ കുഞ്ചിക്കുട്ടിപ്പിള്ള അരയന്മാരെ പോലും ഉപയോഗിച്ചുകൊണ്ട് ഈ വെട്ടുകിടന്ന് വീണ ഈ പകുതി ജീവനോടുകൂടി വിലപിച്ചുകൊണ്ടിരുന്നവരുടെ അടുത്തേക്ക് വന്ന അവരുടെ ബന്ധുജനങ്ങളെ, സ്ത്രീകളെയും വൃദ്ധരെയും കുട്ടികളെയും അടക്കം കൊണ്ടുപോയി വള്ളത്തിൽ കൊണ്ടുപോയി കായലിൽ കെട്ടിത്താഴ്ത്തുന്ന ഒരു പരിപാടി, വംശഹത്യാപരമായ ഒരു പരിപാടിയും കൂടി കുഞ്ചിക്കുട്ടിപ്പിള്ളയുടെ നേതൃത്വത്തിൽ അരങ്ങേറി. അതിഭീകരമായ നരഹത്യയും നരമേധവും വംശഹത്യയും തന്നെയാണ് അശോകപ്പട നടത്തിയ ദളവാക്കുളം അശോകപ്പട നടത്തിയ അശോകന്മാരുടെ വംശഹത്യ തന്നെയാണ് നടത്തിയത് എന്നാണ് KR രേഖപ്പെടുത്തിയത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കേണ്ടതുമായിട്ട് ഈ 2 ലേഖനങ്ങളിൽ തന്നെ ഉണ്ട്. അങ്ങനെ നിരവധി NR കൃഷ്ണൻ അടക്കം, അതുപോലെ മഹാകവി കുമാരനാശാന്റെ വടയാർ പ്രസംഗമടക്കം, അങ്ങനെ AV അശോകന്റെ പഠനമടക്കം, ഇങ്ങനെ നിരവധി പേരാണ്, ദളിത് ബന്ധുവിൻ്റെ പഠനങ്ങൾക്കിടയ്ക്ക് അങ്ങനെ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് പഠിക്കുകയും എഴുതുകയും ഇപ്പോഴും നമ്മളൊക്കെ തന്നെ പഠിക്കുകയും എഴുതുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഉചിതമായ ഒരു സ്മാരകം, വൈക്കം പോരാട്ട പരമ്പരകളുടെ ഉചിതമായ ഒരു ഔദ്യോഗിക സ്മാരകം തന്നെ ഈ ദളവാക്കുളത്ത്, ഈ സ്റ്റാൻഡിനെ തന്നെ മോഡിഫൈ ചെയ്തുകൊണ്ട് ഇതിൻ്റെ അടുത്തു തന്നെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള വൈക്കം പോരാട്ട സ്മാരകം ഇവിടെ തന്നെ ദളവാക്കുളം രക്തസാക്ഷികൾക്ക് വേണ്ടി രക്തസാക്ഷി സ്മാരകമായിട്ട് ഇവിടെ ഉയരണം എന്ന ആവശ്യമാണ് നാം ഉന്നയിക്കുന്നത്. നഗരസഭയ്ക്ക് കൊടുത്തിട്ടുള്ള നിരവധി റെപ്രസെൻറ്റേഷനുകൾ അവർ അടയിരിക്കുകയാണ്. ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. എത്രയും വേഗം, ഏതാണ്ട് 1 വർഷമായിരിക്കുകയാണ്. അത് എത്രയും വേഗം അതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. മാധ്യമങ്ങളെയും ബഹുജനങ്ങളെയും ഒക്കെ അറിയിച്ചുകൊണ്ടുള്ള വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് വൈക്കത്തെ പൗരാവലി ബഹുജനങ്ങൾ സ്വന്തം ചരിത്രത്തെ ലോകത്തിനു മുന്നാലെ അവതരിപ്പിക്കുന്ന, ആ ചരിത്രത്തിലെ സത്യങ്ങളെയും നീതിയെയും തിരയുന്ന വലിയ പോരാട്ടമായി ഇത് മാറട്ടെ എന്ന എളിയ അഭ്യർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ.